ഹലോ ഗായ്സ്, എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ബഷീർ ദിന ക്വിസാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. ഉത്തരം 1908. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിൽ? ഉത്തരം കോട്ടയം. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിൽ? ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര്. പിതാവ് കായ് അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം 1942. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ പ്രേമലേഖനം. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? സർപ്പയജ്ഞം. സാഹിത്യലോകത്തെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീറിൻ്റെ കൃതി ശബ്ദങ്ങൾ. ഒന്നുമൊന്നും ഇമ്മിണി ബെല്ലൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാലസഖി. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം മതിലുകൾ. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് E.M. അഷ്റഫ്. ബഷീർ എഴുതിയ തിരക്കഥ ഏത്? ഭാർഗവി നിലയം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് മമ്മൂട്ടി. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഭാർഗവി നിലയം. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് പി. ഭാസ്കരൻ. ബഷീർ എഴുതിയ ഏക നാടകം കഥാബിന്ദു. ബഷീറിൻ്റെ സാഹിത്യത്തിലും ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയ മരം മാംഗോസ്റ്റീൻ. ബേപ്പൂർ സുൽത്താന് ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി. ബഷീർ അന്തരിച്ച വർഷം 1994 ജൂലൈ 5.
ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ബഷീറിൻ്റെ എടിയെ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിൻ്റെ കഥ ഏത്? ഭൂമിയുടെ അവകാശികൾ. ആത്മകഥാപരമായ ബഷീർ കൃതി ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവൽ പ്രേംപാറ്റ. ബഷീറിൻ്റെ പ്രേമലേഖനം സിനിമയാക്കിയ വ്യക്തി പി.എ. ബക്കർ.